ഗ്രേസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വചനം ഇരമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അത് നിങ്ങളുടെ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ത്തിലൂടെ ദൈവം നമ്മോട് അറിയിക്കുന്നത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി ഏറ്റവും ഉന്നതമായിരിക്കും. God's plan is always best. Hallelujah. പേർ വിശ്വസിക്കുന്നു ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി ഏറ്റവും മികച്ചതാണ്, ഉയർന്നതാണ് എന്ന് വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഈ വചനം നാം വിശ്വസിച്ച് ഇടയ്ക്കൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം നന്മകൾ വിതയ്ക്കുകയാണ്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ എനിക്ക് ദോഷം വരുത്തുന്നതല്ല, മറിച്ച് എനിക്ക് അഭിവൃദ്ധി വരുത്തുന്നതാണ്. ആമേൻ. പ്രത്യാശയും ശുഭഭാവിയും നൽകുന്ന പദ്ധതിയാണ്. വചനം പറയുമ്പോൾ ഈ വചനം നമ്മിൽ ക്രിയ ചെയ്യാതിരിക്കില്ല. അയക്കപ്പെട്ട വചനം ക്രിയ ചെയ്യാതെ മടങ്ങി വരില്ല. ഹല്ലേലൂയ. വചനം ദൈവമാണ്. സദൃശ്യവാക്യം 19-ാം അധ്യായം 21-ാം വാക്യം പറയുന്നു, മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, എന്നാൽ യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും. ആമേൻ. സങ്കീർത്തനം 139:16-ാം വാക്യം പറയുന്നു, എൻ്റെ കണ്ണുകൾ എൻ്റെ രൂപമില്ലാത്ത ശരീരത്തെ കണ്ടു. എനിക്കായി നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ ദിവസങ്ങളും ഇതിലൊന്ന് ഉണ്ടാകുന്നതിന് മുമ്പ് നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നു പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യവും ദിശയുമുണ്ടെന്ന്. നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം കാണുന്നുണ്ട്. അതതിൻ്റെ സമയത്ത് ബെസ്റ്റായി ദൈവം നടത്തിക്കൊള്ളും. വാക്യം നമ്മെ ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയെ വെളിപ്പെടുത്തുന്നു. നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കെട്ടിടത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും രൂപകൽപ്പന ചെയ്ത ഒരു ആർക്കിടെക്റ്റിനെ പോലെയാണ് ഇവിടെ ദൈവം. നമ്മുടെ ജീവിതം ക്രമരഹിതമല്ലെന്നും തൻ്റെ ഉദ്ദേശത്തോടു കൂടെ തന്നെ നമ്മെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നുവെന്നും ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. വചനം കേൾക്കുമ്പോൾ ഒരു സുഖവും സമാധാനവും നൽകുന്ന വചനമായി മാത്രം ഇതിനെ കണക്കാക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആഴത്തിലുള്ള ഇടപെടലിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണിത്. ദൃശ്യവാക്യം 3-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അങ്ങനെ നമ്മെ പൂർണ്ണമായി അറിയുന്ന ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ നമുക്ക് അസാധ്യമെന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ ദൈവം സാധ്യമാക്കി തരും. മാത്രമല്ല, ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലേക്കും ദൈവം നമ്മെ നയിക്കും. അതിന് ഉദാഹരണമാണ് ഈ പ്ലാറ്റ്ഫോമിലിരുന്ന് ഞാനിന്ന് നിങ്ങളുമായി വചനം പങ്കിടുന്നത്. എൻ്റെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല ഇത്. എന്നാൽ എൻ്റെ ചിന്തകൾക്കൊക്കെ അപ്പുറമായി ദൈവം തൻ്റെ പദ്ധതിയിലേക്ക് എന്നെ എത്തിക്കുകയാണുണ്ടായത്. നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരിക്കുമ്പോൾ തന്നെ നമ്മെ കണ്ട ദൈവം തൻ്റെ പദ്ധതിയിലേക്ക് നമ്മെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. എനിക്കറിയാം, എൻ്റെ ആഗ്രഹങ്ങൾക്കപ്പുറമായി ദൈവത്തിൻ്റെ പ്ലാനിലേക്കും പദ്ധതിയിലേക്കും നാം എത്തപ്പെടുമ്പോൾ അത് ആർക്കെങ്കിലുമൊക്കെ അനുഗ്രഹമായി തീരുമെന്ന്. ഇന്ന് ഈ വചനം കേൾക്കുവാൻ സമയം കണ്ടെത്തിയ ദൈവ പൈതലേ, നിങ്ങളിത് ശ്രവിച്ചുവെങ്കിൽ ഒരിക്കലും വൃഥാവായി പോകില്ല. ഇന്ന് ഈ നിമിഷം ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ. നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി നമുക്ക് ശുഭഭാവി വരുവാൻ തക്കവണ്ണമുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള പദ്ധതിയാണ്. ഇന്ന് സമയം കണ്ടെത്തി എന്നെ ശ്രവിച്ച ദൈവ പൈതലേ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ഉയർന്നതാണ്, ഏറ്റവും മികച്ചതാണ്. പ്രൈസ് ഗോഡ്. കാരണം നിങ്ങളിത് കേൾക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിലാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള പദ്ധതിയാണിത്. ഹല്ലേലൂയ. എന്താണ് എൻ്റെ ജീവിതത്തെ മാത്രം ഇങ്ങനെ എന്ന് ചിന്തിച്ചുകൊണ്ട് കേൾക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട്, ഇല്ല, ദൈവത്തിന് തെറ്റുപറ്റില്ല. നിങ്ങളുടെ ജീവിതത്തെ ദൈവം തൻ്റെ പദ്ധതിയിലേക്ക് തിരിക്കുകയാണ്. നിങ്ങൾ ആ പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. അതിൻ്റെ പൂർത്തീകരണം ഏറ്റവും ബെസ്റ്റായിരിക്കും, ഉന്നതമായിരിക്കും. ഹല്ലേലൂയ. പേർ വിശ്വസിക്കുന്നു. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോളൂ. വചനത്തിൽ പറയുന്നത് പോലെ പറഞ്ഞാട്ടെ, എന്നെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതികൾ ഏറ്റവും ശ്രേഷ്ഠമാണ്, ഉന്നതമാണ്. പ്രൈസ് ഗോഡ്. എൻ്റെ പരാജയത്തിനുള്ള പദ്ധതിയല്ല, ഉയർച്ചയ്ക്കുള്ള പദ്ധതിയാണ്. ആമേൻ.
ആവർത്തന പുസ്തകം 1 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം കേട്ടോ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ കേട്ട് അനുസരിച്ച് നടന്നാൽ പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും കന്നുകാലികളുടെ ഫലവും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടുമെന്ന്. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോഴും നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടും. യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങില്ല. ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നീ അനുസരിച്ച് നടന്നാൽ നിന്നെ വാലല്ല തലയാക്കി തീർക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കില്ല. ഹല്ലേലൂയ. ദൈവ പൈതലേ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ഏറ്റവും ഉയർന്നതാണ്, ശ്രേഷ്ഠമാണ്. എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഈ ദൈവവൈതലേ, പട്ടണത്തിൽ നാം അനുഗ്രഹിക്കപ്പെടും, വയലിൽ നാം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടുമെന്ന്. ഹല്ലേലൂയ. ഇതാണ് ഈ ഗർഭഫലം. നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്. നാം വയലിൽ അനുഗ്രഹിക്കപ്പെടും, ഫലങ്ങളും മൃഗങ്ങളുടെ ഫലങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന്. നാം അകത്തു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നാം പുറത്തു പോയാലും അനുഗ്രഹിക്കപ്പെടുമെന്ന്. പ്രൈസ് ഗോഡ്. മാത്രമല്ല, നമ്മുടെ വേലയൊക്കെയും അനുഗ്രഹിക്കപ്പെടുമെന്ന്. നമ്മൾ വാലല്ല തലയായി മാറുമെന്ന്. അതേ യുവാക്കളൊക്കെ എന്നെ കേൾക്കുന്നെങ്കിൽ ഇടയ്ക്കൊക്കെ ഈ വചനം വായിച്ച് ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് റിസീവ് ചെയ്യണം. വചനം പറയുകയാണ്, നമ്മോട് എതിർക്കുന്ന ശത്രുക്കളെ ദൈവം തോൽക്കുമാറാക്കും. മാത്രമാണോ, ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി മടങ്ങിപ്പോകുമെന്ന്. ഹല്ലേലൂയ. നാം താഴ്ച പ്രാപിക്കത്തില്ല, ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന്. നാം വാലല്ല തലയായി മാറുമെന്ന്. ഹല്ലേലൂയ. ദൈവ പൈതലിന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ചില അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ. അതേ ദൈവ പൈതലെ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് ശുഭഭാവി തരുന്നതാണ്, നന്മയ്ക്കുള്ളതാണ്, ഉയർച്ചയ്ക്കുള്ളതാണ്, അനുഗ്രഹിക്കപ്പെടുന്ന പദ്ധതികളാണ്. ആമേൻ. ദാനിയേലിന്റെ പുസ്തകം 3 അധ്യായത്തിലേക്ക് വന്നാൽ നമുക്കവിടെ 3 ചെറുപ്പക്കാരെ കാണാം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ അല്ലാതെ മറ്റൊരു ദൈവത്തിൻ്റെ മുമ്പിലും ഞങ്ങൾ മുട്ടുമടക്കില്ല എന്നു പറഞ്ഞ യുവാക്കൾക്കുണ്ടായ അനുഭവം ആ അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. നെബൂഖദ്നേസർ എന്ന ഒരു രാജാവ് പൊന്നുകൊണ്ടൊരു വിഗ്രഹമുണ്ടാക്കി അതിൻ്റെ മുന്നിൽ മുട്ടുമടക്കി നമസ്കരിക്കണമെന്ന് ഒരാജ്ഞ പുറപ്പെടുവിച്ചു. എന്നാൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന ഈ 3 യുവാക്കൾ ഞങ്ങൾ വിളിച്ചു വരുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ അല്ലാതെ ഒരു വിഗ്രഹങ്ങൾക്ക് മുമ്പിലും മുട്ടുമടക്കില്ല എന്നൊരു തീരുമാനത്തിലെത്തി. ഉള്ള ശിക്ഷയായ വലിയ തീച്ചൂളയിലേക്ക് അവരെ എടുത്തെറിയപ്പെടുകയുണ്ടായി. എന്നാൽ അതിലൊക്കെ ഉപരിയായി തങ്ങളുടെ മുമ്പിലുള്ള തീച്ചൂളയെ ഭയക്കാതെ ആ യുവാക്കൾ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇവിടെ പ്രശസ്തമായത്. മായ ഒരു പ്രഖ്യാപനം, ഫേമസ് ഡിക്ലറേഷൻ. അവരുടെ പ്രസ്താവന എന്തായിരുന്നു? ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിക്കുമെന്ന്. ഹല്ലേലൂയ. രക്ഷിച്ചില്ലെങ്കിലും നീ നിർത്തിയ ഈ പൊന്നുകൊണ്ടുള്ള വിഗ്രഹത്തിന് മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല എന്ന്. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 3 അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കാണുന്നത്, ഈ 3 യുവാക്കളെ എറിയാൻ പോയവർ തീച്ചൂളയുടെ കാഠിന്യം കൊണ്ട് മരിക്കുകയും എന്നാൽ ഈ യുവാക്കൾ കത്തിയെരിയുന്നത് കാണുവാൻ വന്ന രാജാവ് കണ്ടത് 3 യുവാക്കൾക്കൊപ്പം 4ാമതായി ഒരുവൻ അവർക്കൊപ്പം ആ തീച്ചൂളയിൽ നടക്കുന്നതാണ്. 25-ാം വാക്യം പറയുന്നു, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4ാമതായ ഒരുവന്റെ രൂപം ദൈവപുത്രനോടൊപ്പം സമമെന്ന്. ഹല്ലേലൂയ. ഇവനുള്ള ദൈവത്തിൽ വിശ്വസിച്ച ആ ബാലന്മാരുടെ അവസ്ഥ എന്തായി? തീച്ചൂള പോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കും. ജീവിതത്തിൽ ഒരു പ്രത്യാശയുമില്ലാതെ കേൾക്കുന്നവരുണ്ടായിരിക്കും. എന്നാൽ ഇത് വിശ്വസിച്ചോളൂ, നാം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നാം നശിച്ചു പോകുവാൻ നമ്മുടെ ദൈവം നമ്മെ സമ്മതിക്കത്തില്ല. കാരണം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ഉയർന്നതാണ്, ശ്രേഷ്ഠമേറിയതാണ്, വിശാലമാണ്, നന്മയ്ക്കുള്ള പദ്ധതിയാണ്. അപ്പോസ്തലനായ പൗലോസ് 2 തിമോത്തിയോസ് 1 അധ്യായം 12 വാക്യം പറയുകയാണ്,
ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. അതേ ദൈവ പൈതലെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഉറപ്പുണ്ടോ? നാം ആരെയാണ് വിശ്വസിക്കുന്നതെന്ന്? നമുക്ക് വേണ്ടി ക്രൂശിൽ ജീവൻ തന്ന് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുകയല്ലേ? തിമോത്തിയോസ് 2-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. പ്രൈസ് ഗാഡ്. നാം ഇന്ന് നിരാശപ്പെടേണ്ട കാര്യമില്ല. ദാനത്തേക്കാൾ ദാതാവിനെ വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ മറന്നു കളയുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നിരാശപ്പെടേണ്ട, ധൈര്യമായിരിക്കൂ. നമ്മൾക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാം വാക്യം പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? ആമേൻ. ദൈവ പൈതലെ, ക്രൂശിൽ നമുക്ക് വേണ്ടി സകലതും ഏൽപ്പിച്ചു തന്ന് നമുക്ക് വേണ്ടി യാഗമായവൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നൽകി അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. അതുകൊണ്ട് യിരെമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം പറയുന്നത് പോലെ, പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. വചനം ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തുകൊള്ളൂ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ കേട്ട വചനങ്ങൾ ഞങ്ങൾ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുകയാണ്. ഇതാര് പറഞ്ഞാലും അയക്കപ്പെട്ട വചനം ക്രിയ ചെയ്യാതെ മടങ്ങി വരില്ലല്ലോ. വചനം സ്വീകരിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയപ്പെടട്ടെ. ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ ഉയർച്ചയാണ്, ഉന്നതമാണ്, ശ്രേഷ്ഠമേറിയതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ. ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യേശു ഞങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്തു എന്ന സാക്ഷ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രമപ്പ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.